ഹായ്, എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ ആയി വീഡിയോസൊക്കെ ഇട്ടിട്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചു കാലം ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നില്ല, പിന്നെ വീണ്ടും ജോലിക്ക് കയറി. അപ്പോൾ ആ ഒരു ഫിനാൻസിൻ്റെ ബ്രാഞ്ച് ചുമതല മുഴുവൻ ഏറ്റെടുത്ത കാരണം കൊണ്ട് തന്നെ നമുക്ക് വേറെ സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. രാവിലെ പോവുക, വൈകുന്നേരം വരിക എന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വീഡിയോസ് ഇടട്ട് തുടങ്ങുകയാണ്. മാക്സിമം സപ്പോർട്ട് ചെയ്യണം. ഓക്കെ. അപ്പോൾ നമ്മളെ ഈ കാനറ ബാങ്കിന്റെ ആപ്പ് AI1 എന്നുള്ള ഒരു ആപ്പ് ഉണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് അതിൽ എന്തൊക്കെയാ നമുക്ക് ചെയ്യാം? ലോൺ അടയ്ക്കാം, അതുപോലെ ഈ ആഭരണം വെച്ചതിന്റെ അടവടയ്ക്കാം, അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് എടുക്കാം, പിന്നെ ബാലൻസിന്റെ ഡീറ്റെയിൽസ് മറ്റൊരാൾക്ക് ക്യാഷ് സെൻഡ് ചെയ്യല്, അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ എല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. കാനറ AI1 ആപ്പ് സെർച്ച് ചെയ്തെടുക്കുക, ഡൗൺലോഡ് ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ മെസ്സേജ്, അത് കോള്, അങ്ങനെയുള്ളതൊക്കെ അലോ ചോദിക്കും. അത് അലോ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഓപ്പൺ ആയിട്ട് വരും. പിന്നെ സെക്യൂർ ആൻഡ് സേഫ് ആണ്, അത് നമ്മളെ ആപ്പിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. അതൊക്കെ ഓക്കെ കൊടുത്ത് പോവുക. നെക്സ്റ്റ് നമുക്ക് സിമ്മ് സെലക്ട് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ സിമ്മ് ഏതാണോ നമ്മൾ അതിലിട്ടിട്ടുള്ളത്, ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ സിമ്മ് ഓക്കെ കൊടുക്കുക. അത് ഓക്കെ കൊടുത്തതിന് ശേഷം നമ്മളെ ഫോണിലേക്ക് ഒരു OTP ആണ് വരിക. ഓക്കെ, അതിൽ OTP വന്നതിന് ശേഷം അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു ക്രിയേറ്റ് പാസ്കോഡ് ചോദിക്കും. പാസ്കോഡ് നമുക്ക് മറന്നു പോകാതിരിക്കാനുള്ള ഒരു പാസ്കോഡ് സെറ്റ് ചെയ്യുക. അതിൽ നമുക്ക് സിമ്പിളായിട്ടുള്ള, അല്ലാതെ നമ്മൾ മുന്നേ ഏതെങ്കിലുമൊക്കെ പാസ്വേഡ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ അത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ സെറ്റ് ചെയ്ത് അതൊന്നുകൂടെ വീണ്ടും എൻ്റർ ചെയ്ത് കൊടുക്കുക പാസ്കോഡ്. ഓക്കെ, നെക്സ്റ്റ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഓപ്പൺ ആയി വന്നതിന് ശേഷം അതിൽ വീണ്ടും ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് പാസ്വേഡ് നമ്മൾ സെറ്റ് കൊടുക്കുക. ഓക്കെ, അത് ഓപ്പൺ ചെയ്ത് വന്നതിന് ശേഷം എഗ്രി, ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ എഗ്രി കൊടുക്കുക. എഗ്രി കൊടുത്ത് അതിൽ ആക്ടിവേറ്റ് മൊബൈൽ ബാങ്കിങ് സർവീസ് ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കണം. അത് ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ ബാക്കിയുള്ള ഫീച്ചേഴ്സ് നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കണം. ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു MPIN ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഒരു MPIN ക്രിയേറ്റ് ചെയ്യേണ്ട സെയിം നേരത്തെ കൊടുത്ത MPIN ആവരുത്, വേറൊരു ചേഞ്ചസ് ആയിട്ടുള്ള ഒരു MPIN കൊടുക്കുക. അതാണ് നമുക്കിനി നമ്മളെ ട്രാൻസാക്ഷനൊക്കെ നടത്തുമ്പോൾ കൊടുക്കേണ്ട പാസ്വേഡ്. മറ്റത് ലോഗിൻ ചെയ്യാനുള്ളൊരു പാസ്വേഡ് മാത്രമാണ്. MPIN ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്തിട്ട് MPIN വീണ്ടും ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് ഓപ്പൺ ആയ ശേഷം അതിൽ ഡെബിറ്റ് കാർഡ്, അതുപോലെ ആക്ടിവേഷൻ കോഡ്, ആധാർ നമ്പർ എന്നുണ്ടാവും. അതിൽ നമുക്ക് ഡെബിറ്റ് കാർഡ് എടുക്കാം. അതിൽ ആക്ടിവേഷൻ കോഡ് പിന്നെ ബാങ്കിൽ പോയാലേ ചെയ്തേ പറ്റുള്ളൂ. പിന്നെ ആധാർ നമ്പർ വെച്ചിട്ടും ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളിവിടെ ഡെബിറ്റ് കാർഡ് കൊടുക്കാം, പക്ഷേ ഡെബിറ്റ് കാർഡ് ആക്റ്റീവ് ആണെങ്കിൽ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മളെ ഡെബിറ്റ് കാർഡ് ഇപ്പോൾ നിലവിൽ ആക്റ്റീവ് അല്ല. ഓക്കെ, അപ്പോൾ ആധാർ നമ്പർ വെച്ചിട്ടാണ് ഒരു കണക്കിന് നല്ലത്. കാരണം ആധാർ കാർഡ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ആധാർ കാർഡിൽ OTP കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് വെച്ചാൽ സിമ്പിളാണ്. ഇതാണ് നമ്മളെ ഡെബിറ്റ് കാർഡ് വരുന്നത്. ജസ്റ്റ് ഒന്ന് കൊടുത്തു നോക്കിയതാണ്, പക്ഷെ അത് സെറ്റ് ആവണില്ല. നമുക്ക് വീണ്ടും അത് ലോഗൗട്ട് ചെയ്ത് വന്നതിന് ശേഷം വീണ്ടും അത് ആക്ടിവേറ്റ് ബാങ്കിങ് സർവീസ് നോക്കാം. അതിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇങ്ങനെയുള്ള ഓപ്ഷൻസ് കാണിക്കും. നമുക്ക് ആ ഡെബിറ്റ് കാർഡ് വെച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആധാർ കാർഡ് വെച്ചിട്ടാണ്. വൈഫിൻ്റെ കനറ ബാങ്ക് ആപ്പാണ്. അപ്പോൾ നമുക്ക് അതിൽ ആധാർ നമ്പർ വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഓക്കെ കൊടുക്കുക, പ്രൊസീഡ് കൊടുക്കുക. ആധാർ നമ്പറിൻ്റെ ലാസ്റ്റ് 4 ഡിജിറ്റ് മാത്രം നമ്മൾ അതിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇതാണ് ആധാർ. അതായത് ആധാറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് മാത്രം എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഏതാണോ ആ നമ്പറിലേക്കാണ് OTP പോവുക. ബാങ്കിൽ രജിസ്റ്റർ ചെയ്തു, ആധാറിൽ രജിസ്റ്റർ ചെയ്തൊക്കെ നമ്പർ ഏതാണോ ആ നമ്പറിലേക്കാണ് OTP പോവുക. OTP നമ്മൾ അതിൽ വന്നിട്ടുണ്ട്. ഓപ്പൺ ചെയ്തെടുത്തതിന് ശേഷം അതിൽ വീണ്ടും എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്തെടുത്തതിന് ശേഷം അത് ആക്ടിവേറ്റ് വന്നിട്ടുണ്ട്. അതൊക്കെ പ്രൊസീഡ് കൊടുത്ത് പോവുക.
പ്രൊസീഡ് കൊടുത്ത് ഓക്കെ കൊടുക്കുക. ആധാർക്ക് OTPക്ക് എല്ലാം ഓക്കെ ആണോ, ഓക്കെ കൊടുക്കുക. ഓക്കെ എടുത്ത് പോയതിന് ശേഷം ഒരു ഇൻ്റർഫേസ് നമുക്ക് കണ്ണ് ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വരിക. അപ്പോൾ അത് കണ്ണ് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒരു പച്ച കളർ വന്നതിന് ശേഷം ജസ്റ്റ് കണ്ണ് ബ്ലിങ്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും, അത് ആക്റ്റീവ് ആവും. നമ്മളെ പ്രോസസ്സിങ് ആക്റ്റീവായിട്ട് വന്നിട്ടുണ്ട്. ആക്റ്റീവായിട്ട് വന്നതിന് ശേഷം അത് നെക്സ്റ്റ് കൊടുത്ത് പോവുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മൊബൈൽ ബാങ്കിങ് ആക്റ്റീവായിട്ട് സക്സസ്ഫുള്ളി. അപ്പോൾ അതിൽ ഇനി ഓപ്ഷൻസ് പലതും ഉണ്ട്. ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട്, അതായത് ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്, എത്ര നല്ല ലോൺ എടുത്തതിനുണ്ട്, സേവിങ്സ് അക്കൗണ്ടൊക്കെ ബാലൻസ് നോക്കാൻ പറ്റും. ലോണിൽ നിലവിലുള്ള ലോണെല്ലാം ഏതൊക്കെയുണ്ട്, ഗോൾഡ് വെച്ചതിൻ്റെ ലോൺ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. താഴത്തേക്ക് വരുമ്പോൾ ഒരുപാട് വേറെയും ഓപ്ഷൻസ് ഉണ്ട്. അതായത് വരെ മറ്റൊരാൾക്ക് പൈസ സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും, റീചാർജ് ചെയ്യാൻ പറ്റും, മൊബൈൽ റീചാർജ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. നമ്മുടെ ഏതെങ്കിലും കാനറ ബാങ്കിൻ്റെ കാനറ ബാങ്കിൻ്റെ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ മറ്റുള്ള ബാങ്കുകൾക്കൊക്കെ നമുക്ക് പൈസ സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇൻഷുറൻസ് ഉണ്ട്, രജിസ്റ്റർ, മറ്റുള്ള ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതുപോലെ ഫ്ലൈറ്റ് ടിക്കറ്റ്, ട്രെയിൻ ടിക്കറ്റ്, അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ലോൺസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ലോൺസ് എന്ന് പറയുമ്പോൾ നമുക്ക് നിലവിൽ ഇപ്പോൾ ലോൺസ് ഏതെന്നുണ്ടെന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നിലവിൽ ലോണുകളൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മളെ എടുത്തിട്ടുള്ള ലോൺ ഏതാണെന്നുള്ളത് ജസ്റ്റ് നോക്കി വെക്കാം. ഹൗസിംഗ് ലോൺ ഉണ്ടെങ്കിൽ ഹൗസിംഗ് ലോൺ, പേഴ്സണൽ ലോൺ, അല്ലെങ്കിൽ ഗോൾഡ് ലോൺ. ഇപ്പോൾ നിലവിലിപ്പോൾ ഗോൾഡ് ലോണാണ് ആക്റ്റീവായിട്ട് കാണുന്നത്. ഗോൾഡ് ലോൺ ആക്റ്റീവാണ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിൽ നമുക്കിപ്പോൾ 1 lakh ഗോൾഡ് ലോൺ വെച്ചാണ് കാണുന്നത്. അതിൻ്റെ പലിശയും അവൈലബിൾ ആണ്. പിന്നെ അത് റീപേയ്മെൻറ്റ് അതിലേക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് എത്രയാണ് എമൗണ്ട്, ഫുള്ളായിട്ടുള്ള എമൗണ്ട് വേണമെങ്കിൽ ഫുള്ളായിട്ട് ചെയ്യാം. അല്ലാന്ന് വെച്ചെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ എത്ര എമൗണ്ടാണ് നമുക്ക് അടയ്ക്കാൻ കഴിയുന്നത് അതിൻ്റെ താഴത്തേക്ക്. 1 lakh ആണെങ്കിൽ 1 lakhൻ്റെ താഴത്തേക്ക് എത്രയാണോ എമൗണ്ട്, 5000 അല്ലെങ്കിൽ 1000 2000 എത്ര നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് പേ ചെയ്യാൻ പറ്റും. ഇപ്പോൾ അതിൽ കൊടുക്കുമ്പോൾ തന്നെ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് എന്നുള്ളതിൽ കസ്റ്റം എമൗണ്ട് ആക്കി കൊടുക്കുക. കസ്റ്റം എമൗണ്ട് ആകുമ്പോൾ നമ്മൾ എത്രയാണോ വേണ്ടത് അത് എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ജസ്റ്റ് ഒരു 5000 രൂപയാണ് നമ്മൾ എൻ്റർ ചെയ്യണമെന്ന് വിചാരിച്ചത്. 5000 രൂപ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് റീമാർക്ക് എന്തെങ്കിലും കൊടുക്കാം. അങ്ങനെ നമ്മളെ ഈ മാസത്തിൽ കൊടുക്കാം. ജസ്റ്റ് ഒരു ഏപ്രിൽ കൊടുക്കാം. അതിനുശേഷം താഴത്തേക്ക് വരിക. താഴത്തേക്ക് വന്നതിന് ശേഷം പേ കൊടുക്കുക. ഇത്രേ ഉള്ളൂ. പേ കൊടുക്കാൻ പറ്റും സിമ്പിളായിട്ട്. നമുക്ക് നമ്മുടെ കോഡ് ചോദിക്കും, MPIN ചോദിക്കും. MPIN കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. MPIN കറക്റ്റായിട്ട് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അക്കൗണ്ടിലേക്ക്, ലോൺ അക്കൗണ്ടിലേക്ക് ഉള്ള എമൗണ്ട് എന്താവും, അതിലേക്ക് ക്രെഡിറ്റ് ആവും. നമ്മുടെ നിലവിലുള്ള ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് അത് മൈനസ് ആവുകയും ചെയ്യും. ഓക്കെ, ഇത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ.